ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് അഞ്ചാമത്തെ ക്ലാസ്സാണ് അല്ലേ, നമ്മളുടെ 60 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാനിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ റാങ്ക് ഫയൽ ഫുള്ളായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും നമ്മളതിൻ്റെ പ്ലാന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 31 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ അത് കഴിയും, ആ ഒരു പ്ലാന് കഴിയും. പിന്നെ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് 60 ദിവസത്തിൻ്റെ ആണ്. ടോപ്പിക് വൈസും അതുപോലെ തന്നെ CRT ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പം അത് നമ്മൾ 60 ദിവസം കൊണ്ട് തന്നെ തീർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ റാങ്ക് ഫയൽ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ വളരെയധികം കൂടുതൽ സമയം വേണ്ടി വരുന്നുണ്ട്. ലെങ്ത്ത് വീഡിയോക്കാണെങ്കിലും നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ പഠിച്ചു പോവുകയാണല്ലോ പിന്നെ റാങ്ക് ഫയൽ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോൾ ഒരു റിവിഷൻ ആണല്ലോ, അപ്പം ഇനിയും നമ്മൾ ഫുള്ളായിട്ട് റാങ്ക് ഫയൽ പഠിച്ച് തീർക്കണ്ട. അത് ഇനി വേണ്ടവർക്കാണെങ്കിൽ അവിടെ റാങ്ക് ഫയൽ ഉണ്ട്, നമ്മളുടെ പ്ലേലിസ്റ്റിൽ തന്നെ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് കേൾക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത്, ഞാൻ എൻ്റെ നോട്ട് ബുക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒക്കെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടും അതുപോലെ തന്നെ SCRT നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് SCRT, അതുപോലെ വോയിസ് ക്ലാസ് ആയിട്ട് മാത്രം ആക്കിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കേട്ടിട്ട് പഠിക്കുന്നവരാണ് കൂടുതലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല ബ്രീഫായിട്ട് ഓരോ നോട്ടും അടിപൊളിയായിട്ട് നമുക്ക് വേണ്ടത് മാത്രം ഇനി പഠിച്ചിട്ട് പോവാം. ഇനി നമുക്ക് ഒരുപാട് വൈഡായിട്ട് ഇരുന്ന് പഠിച്ചിട്ട് സമയം കളയാൻ ടൈമും ഇല്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ റാങ്ക് ഫയൽ നോക്കേണ്ടവർക്ക് അങ്ങനെ നോക്കാം. ഇത് നമ്മൾ നോട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. കാരണം ലെങ്ത്തും കൂടുതലാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മുഷിപ്പായിരിക്കും കൂടുതൽ. 1 hour 1.5 hour കേൾക്കുമ്പം ഭയങ്കര ഇതായിരിക്കും, എനിക്ക് പോലും തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു റിവിഷൻ മെത്തേഡാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സായിട്ട് ടോപ്പിക് വൈസ് ആണെങ്കിലും SCRT ആണെങ്കിലും വോയിസ് ക്ലാസ് ആയിട്ടാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ വിചാരിച്ചത് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 ദിവസമായപ്പോഴത്തേന് വളരെയധികം കുറഞ്ഞ് ആൾക്കാരൊക്കെ കുറഞ്ഞു വന്ന്. കാരണം ഇത് തന്നെ ആയിരിക്കും, അവർക്ക് 1.5 hour അല്ലെങ്കിൽ 1 hour ഒന്നും ഇരുന്ന് കാണാനുള്ള ഒരു ഇത് തോന്നുന്നുണ്ടാവില്ല. അത് ഒരു മുഷിപ്പ് തന്നെ. ആരെ അപേക്ഷിച്ചിട്ട് പറയുകയാണെങ്കിലും എന്നെ അപേക്ഷിച്ചിട്ടാണെങ്കിലും ഒക്കെ അത് നമുക്കൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഓരോ ചാനലിലും 2-3 വീഡിയോസ് ആയിരിക്കും. പക്ഷേ ഒരു 3-4 hour പഠിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഒറ്റ ക്ലാസ്സിൽ ഒരു ദിവസം കൊണ്ട് ഒരു ടോപ്പിക്ക് മുഴുവൻ നമ്മൾ എത്രത്തോളം പഠിക്കണോ അത്രത്തോളം 1 hour കൊണ്ട് കിട്ടുകയാണ് നിങ്ങൾക്ക്. അപ്പം അത് മാത്രം ആ ഒരു ക്ലാസ്സിൽ ആ ഒരു ദിവസം അത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പം 1 hour എടുത്തിട്ട് അത് പഠിക്കുകയാണ്, പിന്നെ ഒരു 2 hour എടുത്തിട്ട് അത് പഠിച്ചാലും തന്നെ നിങ്ങൾക്ക് അതൊരിക്കലും ഒരു ഇതാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അതിൽ നിന്ന് ഒരുപാട് കണ്ടൻറ്റ് കിട്ടാനുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചിന്തിക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എവിടെയും കിട്ടാനില്ല. കാരണം എല്ലാത്തിലും ഇങ്ങനെ ചാനലിൽ തേടി പോവുകയാണെങ്കിൽ ആ സമയം നമ്മൾക്ക് പോവും. പിന്നെ മൊത്തത്തിലായിട്ട് നമുക്ക് എവിടെയും കിട്ടാനില്ല. അപ്പം മൊത്തത്തിൽ കിട്ടുന്ന ഈ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നന്നാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ ഒരു ദിവസത്തിൽ ഇത് മാത്രം കേൾക്കുക. പിന്നെ വേറെ കറണ്ട് അഫെയറും മാത്സും നിങ്ങൾ മാത്രം വേറെ പോയി നോക്കിയാൽ മതി. ഈ ഒരു ദിവസം ഇപ്പോൾ ഒരു 5 hour പഠിക്കാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 hour ഈ കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഞാൻ എന്താണ് തരുന്നത് അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതുണ്ടാവും. കാരണം ഇനിയിപ്പം നിങ്ങളെൻ്റെ വോയിസ് കേൾക്കണില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പഠിക്കാനുള്ള ആ ടൈം ടേബിൾ ഉണ്ടല്ലോ അത് മാത്രം ഈ ഒരു ദിവസം പഠിക്കുക. പിന്നെ വേറെ ഒന്നിൽക്കും ഇന്ന് പോവരുത്.
അങ്ങനെയാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലാനും ഉണ്ടാവും, നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെത്താൻ വേണ്ടിയിട്ടും കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള അവസരം ഒരിക്കലും പിന്നീട് കിട്ടൂല. കാരണം കഴിയാറായി, നമ്മൾ എക്സാം അടുത്തു. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റത്തെ ചാപ്റ്റർ നമ്മളുടെ 9ാം ക്ലാസ്സിലെ ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. ചലനങ്ങൾ ആഗ്രഹിക്കാതെയും എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെ ഐച്ഛിക ചലനങ്ങൾ എന്നും ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാകാത്ത ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ എന്നും പറയുന്നു. അപ്പോൾ എന്താണ് ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെ ഐച്ഛിക ചലനങ്ങൾ എന്നും ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാകാത്ത ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ എന്നും പറയുന്നു. പലതരം പേശികളുണ്ട്. അപ്പോൾ പേശികൾ നമുക്കൊന്ന് പഠിക്കാം. പേശി കോശങ്ങളുടെ പ്രത്യേകതകളാണ്. അപ്പോൾ അസ്ഥി പേശിയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നതാണ് അസ്ഥിപേശി. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നതാണ് അസ്ഥിപേശി. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഇവിടെയുള്ളത്. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഈ ഒരു അസ്ഥിപേശിയിൽ ഉള്ളത്. കുറുകെ വരകൾ കാണപ്പെടുന്നു. കുറുകെ എന്ത് കാണപ്പെടുന്നു? വരകൾ കാണപ്പെടുന്നു. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇനി മിനുസപേശിയാണ്. മിനുസപേശിയിൽ ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ, കുറുകെ വരകൾ ഇല്ല. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. മിനുസപേശി ചെയ്യുന്നത് എന്താണ്? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നവയാണ് മിനുസപേശികൾ. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകളില്ല. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് മിനുസപേശിയാണ്. ഇനി ഹൃദയപേശിയാണ്. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്ന ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങൾ, കുറുകെ വരകൾ കാണപ്പെടുന്നു. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. പേശിക്രമം എന്താണെന്ന് നോക്കാം. വിശ്രമമില്ലാത്ത കഠിനമായിട്ട് അധ്വാനിക്കുമ്പോൾ വേണ്ടയളവിൽ ഓക്സിജൻ ലഭ്യമായിട്ടില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. തന്മൂലം പേശികോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും ചെയ്യും. തൽഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കുവാനുള്ള കഴിവ് തൽക്കാലമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് പേശിക്രമം എന്ന് പറയുന്നത്. അസ്ഥികളും ചലനങ്ങളും നോക്കാം. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ചിട്ട് മനുഷ്യാസ്ഥികൂടത്തെ അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പം നോക്കാം നമുക്ക്. അനുബന്ധ അസ്ഥികൂടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അനുബന്ധ അസ്ഥികൂടത്തിൽ വരുന്നതാണ് അനുബന്ധ അസ്ഥികൂടം. അതിൽ അനുബന്ധ അസ്ഥികൂടവും അക്ഷാസ്ഥികൂടവും നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ആദ്യം ഒന്ന് നോക്കട്ടെ. ഒരു ടേബിൾ ആക്കിയിട്ടാണ് അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ആദ്യം നോക്കുക. തലയോട് 29 എണ്ണമാണ് കേട്ടോ. തലയോട് 29. മാറെല്ല് എത്ര എണ്ണമാണ്? 1 മാറെല്ല് 1. വാരിയെല്ലുകൾ 12 × 2 24. വാരിയെല്ലുകൾ 24. നട്ടെല്ല് 26. നട്ടെല്ല് 26. ഇനി അനുബന്ധ അസ്ഥികൂടാണ്. അതിൽ വരുന്നത് തോൾ വലയം 2 × 2 4. തോൾ വലയം 2 × 2 4. കൈകളിലെ അസ്ഥികൾ 30 × 2 60. 30 × 2 60 കൈകളിലെ അസ്ഥികൾ. ശ്രോണി വലയം 1 × 2. അപ്പം 2. ഈ ശ്രോണി വലയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടുപ്പിന് ഭാഗത്തുള്ള ആ ഒരു എല്ലാണ് കേട്ടോ. അത് ശ്രോണി വലയാണ്. അത് 2. കാലിലെ അസ്ഥികൾ 30 × 2 60.
30 × 2 60 കാലിലുള്ള അസ്ഥികൾ. ഇനി സന്ധിവാതം എന്താണെന്ന് നോക്കാം. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് കാരണം. തരുണാസ്ഥി വലയത്തിന് തകരാറ്, അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇത്രയുമാണ് സന്ധിവാതത്തിൽ വരുന്നത്. ഇനി അസ്ഥി സ്ഥാനഭ്രംശം. സന്ധികളിലെ അസ്ഥികൾ സ്ഥാനമാറ്റം, സ്നായുക്കൾ തകരാറ്, കഠിനമായിട്ടുള്ള വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം, ഇതൊക്കെയാണ് അസ്ഥി സ്ഥാനഭ്രംശത്തിൻ്റെ ലക്ഷണങ്ങൾ. ഉളുക്ക് സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യലാണ്. ഉളുക്ക് എന്ന് പറയുന്നത് സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നത്, കഠിനമായിട്ടുള്ള വേദന, നീർവീക്കം. ഇനി ഓസ്റ്റിയോപെറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ്. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം. ഇടുപ്പെല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെ കൂടുതൽ ബാധിക്കുന്നു. ഇനി അടുത്തത് പേശി ക്ഷയമാണ് കേട്ടോ. പേശി ക്ഷയമാണ്. അതിൽ പല കാരണങ്ങളാൽ പേശികൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥയാണ് പേശിക്ഷയം എന്ന് പറയുന്നത്. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. പാരമീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയകളാണ്. അപ്പം സീലിയയാണ് ഈ പാരമീസിയത്തിന് ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. യുഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലമാണ്. യുഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലമാണ്. പാരമീസിയത്തിൻ്റേത് സീലിയയാണ്. പാരമീസിയം അതിലൊരു സി ഉണ്ടല്ലോ, അപ്പോൾ സീലിയ, യുഗ്ലീന, ഫ്ലജെല്ലം, യുഗ്ലീന, ഫ്ലജെല്ലം. മണ്ണിരയുടെ ശരീരത്തിൽ 2 തരം പേശികൾ കാണുന്നുണ്ട്. വലയ പേശികളും ദീർഘപേശികളും എന്നിവയാണ് അവ. ഇനി ആദ്യമായിട്ട് നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്നിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ടാണ് കേട്ടോ. അപ്പം അതിൽ കാണ്ഡം ഇപ്പം വേര് പ്രകാശത്തിൻ്റെ എതിർദിശയിൽ നിന്നും വരുന്നു. വേര് പ്രകാശത്തിൻ്റെ എതിർദിശയിൽ എന്നാണ് വരുന്നതെന്ന് ഓർത്തു വെക്കുക കേട്ടോ. വേര് എവിടെ നിന്നാണ് വരുന്നത്? പ്രകാശത്തിൻ്റെ എതിർദിശയിൽ നിന്നാണ് വരുന്നത്. കാണ്ഡം പ്രകാശത്തിന് നേരെ വളരുന്നു. പ്രകാശത്തിന് നേരെയാണ് കാണ്ഡം വളരുന്നതെങ്കിൽ വേരെന്താണ്? പ്രകാശത്തിൻ്റെ എതിർദിശയിൽ നിന്നാണ് വരുന്നത്. സസ്യത്തിൻ്റെ ചലനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ഇപ്പോൾ കാണ്ഡം ഭൂഗുരുത്വ ഫലത്തിനെതിരായിട്ട് വളരുന്നു. അപ്പോൾ ഭൂഗുരുത്വത്തിന് എതിരായിട്ടാണ് കാണ്ഡം വളരുന്നത്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളാണ്, നിങ്ങൾ ഓർത്തു വെക്കുക. വേരുകൾ ഭൂഗുരുത്വ ബലത്തിന് നേരെ വളരുന്നു. ഭൂഗുരുത്വ ബലത്തിന് നേരെ വളരുന്നത്, താഴോട്ട് വളരുന്നത് വേരുകളാണ്. ഭൂഗുരുത്വ ട്രോപ്പിക ചലനം എന്നാണ് ഇതിന് പറയുന്നത്. ഭൂഗുരുത്വ ട്രോപ്പിക ചലനം. ഇനി സ്പർശ ട്രോപ്പിക ചലനം ഉണ്ട്. അതെന്താണ് നോക്കാം. വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നതാണ് സ്പർശ ട്രോപ്പിക ചലനം. സ്പർശ ട്രോപ്പിക ചലനം എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നത്. ഇനി ജലട്രോപ്പിക ചലനം എന്താണെന്ന് നോക്കാം. ജലട്രോപ്പിക ചലനത്തിൽ വേരുകൾ ജലത്തിനടുത്തേക്ക് വരുന്നു. ജലത്തിനടുത്തേക്ക് വരുന്നത് വേരുകൾ. ഇനി കാണ്ഡം ജലത്തിൻ്റെ എതിർദിശയിൽ വളരുന്നു. അതാണ് ജലട്രോപ്പിക ചലനം. ഇനി അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ഡാശയത്തിനകത്തേക്ക് വരാൻ സഹായിക്കുന്നു. ഇത് രാസട്രോപ്പിക ചലനാട്ടോ. രാസട്രോപ്പിക ചലനം എന്ന് പറഞ്ഞാൽ അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ഡാശയത്തിനടുത്തേക്ക് വരാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് സസ്യങ്ങളുടെ വിവിധ തര ചലനങ്ങൾ. ഇനി ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളാണ് ട്രോപ്പിക ചലനങ്ങൾ. ട്രോപ്പിക ചലനം എന്ന് പറഞ്ഞാൽ ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളാണ്. തൊട്ടാവാടി ചെടിയുടെ ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ഇത്തരം ചലനങ്ങളാണ് നാസ്തിക ചലനങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്നും ഉള്ള വിവരങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ 5ാം ക്ലാസ്സിലെ ജന്തുവിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള 10ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. പക്ഷികളുടെ അടയിരിപ്പ് കാലം 21 ദിവസമാണ് കോഴിക്ക് 21 ദിവസമാണ്. 14 ദിവസം പ്രാവിന്. എത്ര ദിവസമാണ്? 14 ദിവസമാണ് പ്രാവിന്. 14 ദിവസം തന്നെയാണ് കുരുവിക്ക് 14 ദിവസമാണ്. ഇനി ഒട്ടക പക്ഷിയാണെങ്കിൽ 42 ദിവസമാണ്. ഒട്ടക പക്ഷി 42
22 ദിവസം, ലവ് ബേർഡ്സ് 22 മുതൽ 25 ദിവസം വരെയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളത്താണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതം കോട്ടയത്താണ്. കുമരകമാണെങ്കിൽ കോട്ടയത്ത്, തട്ടേക്കാട് എറണാകുളം. ലാർവകൾ. ചില ജീവികൾ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവികളോട് സാദൃശ്യമില്ലാത്തവയാണ്. അവയാണ് ലാർവകൾ. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാവസ്ഥയിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നു. ഇതാണ് രൂപാന്തരണം. പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞ് പുഴുവിനെ പോലെയാണ്. പൂമ്പാറ്റയുടെ രൂപാന്തരത്തിൽ ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷം ശലഭം ഉണ്ടാകുന്നത്. മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. അപൂർവ രൂപാന്തരണം. അപൂർവ രൂപാന്തരങ്ങളിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവികൾക്ക് മാതൃജീവിയുമായിട്ട് വളരെയധികം സാദൃശ്യം കാണുന്നു. ഇതിനെ നിംഫ് എന്ന് പറയുന്നു. അപൂർണ രൂപാന്തരങ്ങളിൽ പ്യൂപ്പ ഘട്ടം ഇല്ല. പാറ്റയാണ് ഉദാഹരണം. അപ്പോൾ അപൂർവ രൂപാന്തരങ്ങളിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവിക്ക് മാതൃജീവിയുമായിട്ട് വളരെയധികം സാദൃശ്യം കാണുന്നു. അതിനെ നിംഫ് എന്നാണ് പറയുന്നത് കേട്ടോ. നിംഫ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പുതുതായിട്ടുള്ള വാക്കുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിവിടുക. ഇനി കടലാമകൾ. വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിൽ ബുധിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട്. സസ്തനികൾ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. സസ്തനികളുടെ പ്രത്യേകത കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. ശരീരത്തിൽ രോമമുണ്ട്, ചെവിക്കൂടയുണ്ട്. പറക്കുന്ന സസ്തനി വവ്വാലാണ്. പറക്കുന്ന സസ്തനിയാണ് വവ്വാല്. ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത്. സസ്തനികൾക്ക് ഉദാഹരണം ആന, കണ്ടാമൃഗം, ഡോൾഫിന്, അതുപോലെ തന്നെ മാന്, കുരങ്ങൻ, മുയൽ, അണ്ണാന്, കടൽ പശു, ഉറുമ്പ് തീനി, ഗംഗാരു, പന്നി. സസ്തനികളിൽ ഏറ്റവും ചെറുത് ഒരിനം ചുണ്ടലിയാണ്. ജലത്തിൽ ജീവിക്കുന്ന സസ്തനിയാണ് ഡോൾഫിനും തിമിംഗലവും. സസ്തനികളിൽ മുട്ടയിടുന്നവയാണ് പ്ലാറ്റിപ്പസും എക്കിഡ്നയും. ഇനി അടുത്തത് നോക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് അഹിംസ, അറിവ്, അധികാരമാണ് അല്ലേ. അഹിംസ, അറിവ്, അധികാരം. അത് നോക്കാം. അതിൽ മഹാജനപദങ്ങൾ, അത് സാമൂഹ്യശാസ്ത്രത്തിലുള്ളതാണ് കേട്ടോ. നോക്കാം. മഹാജനപദങ്ങൾ. BC 6-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ നിലവിൽ വന്ന 16 ചെറു രാജ്യങ്ങളിലാണ് മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ നിലവിൽ വന്ന 16 ചെറു രാജ്യങ്ങളാണ് മഹാജനപദങ്ങൾ. മഹാജനപദങ്ങൾ മഗധ, അംഗം, വഞ്ചി, മല്ല, കാശി, വത്സം, കോസലം, ചേരി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശുരസേന, കുരു, മാത്സ്യം, ഗാന്ധാരം, കമ്പോജം. ഏറ്റവും പ്രബലമായിട്ടുള്ള ജനപദം മഗധയാണ്. വൻതോതിൽ ഇരുമ്പ് നിക്ഷേപമുള്ള സ്ഥലമായിരുന്നു മഗധ. മഗധയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചത് ഇരുമ്പ് ആയുധങ്ങളുടെയും ഉപകരണങ്ങളും ഉപയോഗിച്ചതായിരുന്നു. മഗധയുടെ മൃഗബലി നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ബിംബിസാരനാണ്. മഗധയിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ബിംബിസാരനാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കെതിരായിട്ട് ജൈനമതവും ബുദ്ധമതവും ആവിർഭവിച്ചു. ജൈനമതം വർദ്ധമാന മഹാവീരൻ, ബുദ്ധമതം ഗൗതമ ബുദ്ധൻ, ബുദ്ധമതം. മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃതായിരുന്നു. ബുദ്ധൻ പാലി ഭാഷ ഉപയോഗിച്ച്. ജൈനമത തത്വങ്ങളും ബുദ്ധമത തത്വങ്ങളും നോക്കാം. ജൈനമത തത്വങ്ങൾ ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ബുദ്ധമത തത്വങ്ങളാണ് ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്. ആഗ്രഹങ്ങളെ ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം. ഇനി അശോകൻ മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന നേതാവാണ്. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. ചാണക്യൻ, കൗടില്യൻ. അർത്ഥശാസ്ത്രം. ശക്തവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ പ്രമേയം. അശോകൻ സ്വീകരിച്ച നയമാണ് ധർമ്മം. ഇനി
ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്തെ സമാധാനം നിലനിർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ധർമ്മം പ്രധാനപ്പെട്ട ആശയങ്ങൾ: മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. അശോക ചക്രവർത്തി ധർമ്മവും തീരുമാനവും നിർദ്ദേശങ്ങളും പാറകളിൽ കൊത്തിവെച്ചാണ് ജനങ്ങളെ അറിയിച്ചിരുന്നത്. ബുദ്ധമതമായിരുന്നു ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകന് പ്രേരണയായത്. കലിംഗ യുദ്ധം BC 261. മൗര്യന്മാരുടെ സാമൂഹ്യ സാമ്പത്തിക ജീവിതം: ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. കാർഷിക പ്രവർത്തികൾ ശൂദ്രന്മാരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്. ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരം നേടി. കൃഷിയും വാണിജ്യവും മൗര്യഭരണകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചു. കൃഷിയുടെ പുരോഗതിക്കായിട്ട് രാജാക്കന്മാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. തുന്നൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്നു. നാണയങ്ങൾ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. കച്ചവടത്തിന് പുരോഗതിക്കായിട്ട് നിരവധി പാതകൾ നിർമ്മിച്ചു. മൗര്യഭരണത്തിന് തകർച്ചയ്ക്ക് ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന രാജവംശമാണ് ഗുപ്ത രാജവംശം. ഗുപ്ത രാജവംശത്തിലെ പ്രഗത്ഭരായ ഭരണാധികാരികളാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, സമുദ്രഗുപ്തൻ. ഇനി ഗുപ്ത കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ പ്രധാനി കാളിദാസനായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിലായിരുന്നു കാളിദാസൻ. കാളിദാസന്റെ പ്രധാന കൃതികളാണ് അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം. ഡൽഹിക്ക് സമീപത്തുള്ള മൊഹ്റോളയിൽ ഇരുമ്പ് സ്തംഭം പണി കഴിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്താണ്. വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യർ, ആര്യഭട്ടൻ തുടങ്ങിയവർ ഗുപ്തകാലത്ത് ശാസ്ത്രരംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയവരാണ്. ആര്യഭട്ടൻ ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, കാളിദാസൻ സാഹിത്യം, വരാഹമിഹിരൻ ജ്യോതിശാസ്ത്രം, ഭാസ്കരാചാര്യർ ഗണിതശാസ്ത്രം, ബ്രഹ്മഗുപ്തൻ ജ്യോതിശാസ്ത്രം. ഗുപ്തകാലത്തെ പ്രസിദ്ധമായിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രം നളന്ദയാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 9 പണ്ഡിതന്മാർ നവരത്നങ്ങൾ എന്നറിയപ്പെട്ടു. കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ, വരരുചി, വരാഹമിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി, അമരസിംഹൻ, ശംഖു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് ഭൂമിയും ജീവലോകവും എന്ന് പറഞ്ഞിട്ടുള്ള SCERT ചാപ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് കേട്ടോ. കഴിഞ്ഞത് നമ്മൾ പഠിച്ചത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിരുന്നു, ഭൂമിയും ജീവലോകവും. അപ്പോൾ ജൈവമണ്ഡലം എന്ന് പറഞ്ഞാൽ അതിൽ സ്ഥലമണ്ഡലം, വായുമണ്ഡലം, ജലമണ്ഡലം ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇനി ഭൂമിയും ഉപരിതലത്തിലുള്ള ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂമിയെ പൊതിഞ്ഞ് നിലകൊള്ളുന്ന വായുവിൻ്റെ ആവരണമാണ് വായുമണ്ഡലം. ഭൂമിയെ പൊതിഞ്ഞ് നിലകൊള്ളുന്ന വായുവിൻ്റെ ആവരണമാണ് വായുമണ്ഡലം. സമുദ്രത്തിലും കരയിലും വായുവിലും ഒക്കെയായിട്ട് കാണപ്പെടുന്ന ജലമെല്ലാം ചേർന്നതാണ് ജലമണ്ഡലം. അപ്പം സമുദ്രത്തിലും കരയിലും വായുവിലും ഒക്കെയുള്ളതായിട്ട് കാണപ്പെടുന്ന ജലമെല്ലാം ചേർന്നതാണ് ജലമണ്ഡലം. കരയിലും ഏറ്റവും ഉയരം കൂടിയ ഭാഗം എവറസ്റ്റ് ആണ്. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എവറസ്റ്റ്. സമുദ്രത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തമാണ്. ശിലാമണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ശിലാമണ്ഡലത്തിൻ്റെ പ്രധാന ഭൂരൂപങ്ങൾ നോക്കാം. പർവ്വതങ്ങൾ, പീഠഭൂമി, സമതലങ്ങൾ എന്നിവ. പർവ്വതങ്ങൾ മടക്കുപർവ്വതങ്ങളും ഖണ്ഡക പർവ്വതങ്ങളും അവശിഷ്ട പർവ്വതങ്ങളുണ്ട്. മടക്കുപർവ്വതങ്ങൾ ഉയരം കൂടിയ പർവ്വതങ്ങളാണ് മടക്കുപർവ്വതങ്ങൾ. മടക്കുപർവ്വതങ്ങൾ എന്ന് പറയുന്നത് ഉയരം കൂടിയിട്ടുള്ള പർവ്വതങ്ങളാണ് മടക്കുപർവ്വതങ്ങൾ. എവറസ്റ്റ്, ആൽപ്സ്, റോക്കീസ്, ആൻഡീസ്. എവറസ്റ്റ്, ആൽപ്സ്, റോക്കീസ്, ആൻഡീസ്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഖണ്ഡപർവ്വതങ്ങൾ ഭ്രംശനത്തിൻ്റെ ഫലമായിട്ട് ഉയർത്തപ്പെടുന്ന ഭൂഭാഗങ്ങളാണ് ഖണ്ഡപർവ്വതങ്ങൾ. ഖണ്ഡപർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭ്രംശനത്തിൻ്റെ ഫലമായിട്ട് ഉയർത്തപ്പെടുന്ന ഭൂഭാഗങ്ങളാണ്. പ്രതലം പരന്നത്, പാർശ്വങ്ങൾ ചെങ്കുത്ത്, ചെരിവോട് കൂടിയത്. ജർമ്മനി ബ്ലാക്ക് ഫോറസ്റ്റ് എക്സാമ്പിളാണ്. ജർമ്മനി ബ്ലാക്ക് ഫോറസ്റ്റ്. ഫ്രാൻസിമെ വോഡ്ഗസ്. ഡാന്യൂബ് ഉത്ഭവിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നാണെന്ന് ഓർത്തു വെക്കുക. അവശിഷ്ട പർവ്വതങ്ങൾ. ഒരു ദിവസം ഡാന്യൂബ് നദിയെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളുടെ LP UP പരീക്ഷയ്ക്ക് മുൻപാണ്. അവശിഷ്ട പർവ്വതങ്ങൾ നീണ്ട കാലയളവുകളിലെ വിവിധ അപക്ഷീയ പ്രവർത്തനങ്ങളുടെ ഫലമായി പർവ്വതങ്ങളിലെ കടുപ്പം കുറഞ്ഞ ശിലകൾ ശിഥിലീകരിച്ച് നീക്കം ചെയ്യപ്പെടുകയും ദൃഢമായിട്ടുള്ള ശിലാഭാഗങ്ങൾ അവശേഷിക്കുകയും
അവശേഷിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള പർവ്വതങ്ങളാണ് അവശിഷ്ട പർവ്വതങ്ങൾ. അപ്പം നീണ്ട കാലയളവിനുള്ളിലെ വിവിധ അപക്ഷീയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പർവ്വതങ്ങൾ കടുപ്പം കുറഞ്ഞ ശിലകൾ ശിഥിലീകരിച്ചിട്ട് നീക്കം ചെയ്യപ്പെടുകയും ദൃഢമായ ശിലാഭാഗങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പർവ്വതങ്ങളാണ് അവശിഷ്ട പർവ്വതങ്ങൾ. ഇന്ത്യയിലെ ആരവല്ലി നിരകൾ, നീലഗിരി കുന്നുകൾ അതൊക്കെ ഉദാഹരണമാണ്. ഇനി മൗണ്ട് അബു ആണ്. പ്രാചീന കാലത്ത് അർബുദാഞ്ചൽ, ആരവല്ലി എന്നറിയപ്പെടുന്ന അർബുദാഞ്ചൽ പർവ്വതനിരയിൽ ഗുരു ശിഖാർ ആണ് ഈ പ്രദേശത്തെ ഉയരം കൂടിയ കൊടുമുടി. ഇപ്പോൾ ഗുരു ശിഖാറാണ് ഈ പ്രദേശത്തെ ഉയരം കൂടിയ കൊടുമുടി. ഇനി അറ്റ്ലസ് പർവ്വതങ്ങൾ ഏത് വൻകരയിലാണ്? ആഫ്രിക്കയിലാണ്. അറ്റ്ലസ് പർവ്വതങ്ങൾ ആഫ്രിക്കയിലാണ്. ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമതലമാണ് സുന്ദരവനം ഡെൽറ്റ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമതലം സുന്ദരവനം ഡെൽറ്റയാണ്. റോക്കി പർവ്വതങ്ങൾ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്കയിലാണ് റോക്കി പർവ്വതം. സമുദ്രഗർത്തം ഏറ്റവും ആഴമുള്ളത്. അപ്പം പസഫിക് സമുദ്രം ചലഞ്ചർ ഗർത്തം. അറ്റ്ലാന്റിക് സമുദ്രം പ്യൂറിട്ടോറിക്കോ ഗർത്തമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇന്ത്യൻ സമുദ്രത്തിലെ വാർട്ടർ ഗർത്തം. പീഠഭൂമി താരതമ്യേന പരന്ന പ്രതലവും സമീപത്തുള്ള സമതലങ്ങൾ, ജലാശയങ്ങൾ എന്നിവയേക്കാൾ ഉയരമുള്ള ഭൂവിഭാഗമാണ് പീഠഭൂമി. പർവ്വതാവൃത പീഠഭൂമി എന്ന് പറയുന്നത് പൂർണ്ണമായോ ഭാഗികമായോ പർവ്വതങ്ങളായിട്ട് വലയം ചെയ്ത് കിടക്കുന്ന പീഠഭൂമിയാണ്. അപ്പം ഇനി പർവ്വതങ്ങളുടെ തുടർച്ചയായിട്ട് അടിവാരങ്ങളിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് പർവ്വതങ്ങളുടെ ചെരുവുകൾ സ്ഥിതി ചെയ്യുന്നവയാണ് പീഡ്മൗണ്ട് പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. പീഡ്മൗണ്ട് പ്ലാറ്റ്യൂസ്. ഇനി കോണ്ടിനെൻ്റൽ പ്ലാറ്റ്യൂസ് ആണ് ഭൂഖണ്ഡ മധ്യത്തിലുള്ളവ. അത് സമീപത്തുള്ള സമതലങ്ങളെ അപേക്ഷിച്ച് ഉയർന്നു കാണപ്പെടുന്ന പീഠഭൂമികളാണ് ഭൂഖണ്ഡത്തിലുള്ളവ. ഇനി സമതലങ്ങൾ അധികം കയറ്റി ഇറക്കങ്ങൾ ഇല്ലാതെ നിരപ്പായി സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലില്ലാതെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് സമതലങ്ങൾ. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദിയുടെയും അവയുടെ പോഷക നദിയുടെയും നൂറ്റാണ്ടുകളായിട്ടുള്ള നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ടിട്ടുള്ള പ്രളയ സമതലമാണ് സിന്ധു ഗംഗ സമതലം. മഹാസമതലങ്ങൾ എന്നറിയപ്പെടുന്ന സമതലമാണ് സിന്ധു ഗംഗ സമതലം. മാർച്ച് 22 ജലദിനം. കേരള സർക്കാരിൻ്റെ ജലസംരക്ഷണ പദ്ധതികളാണ് മഴവെള്ളം ശേഖരിച്ച് സംഭരിച്ച് കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി വിനിയോഗിക്കുന്ന പദ്ധതിയാണ് വർഷ. ജലവാഹിനി നിലവിലുള്ള പരമ്പരാഗത ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിച്ചും സംരക്ഷിച്ചും പ്രാദേശിക ജലാവശ്യങ്ങൾ നിറവേറ്റുന്ന പദ്ധതിയാണ്. ജലനിധി ആണെങ്കിൽ പഞ്ചായത്ത് വാർഡ് തലത്തിൽ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അവരുടെ ചുമതലയിൽ തന്നെ സ്രോതസ്സുകൾ കണ്ടെത്തി നിർമ്മിച്ച് അവർ തന്നെ പരിപാലിക്കുന്ന ജലപദ്ധതിയാണ് ജലനിധി. സമ്പൂർണ്ണ ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജലധാര. ഭോപ്പാൽ ദുരന്തം 1984 ഡിസംബർ 3 ഭോപ്പാൽ ദുരന്തം 1984 ഡിസംബർ 3. കമ്പനി യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. ഭോപ്പാൽ ദുരന്തം 1984 ഡിസംബർ 3. വാതകം മീഥെയ്ൻ ഐസോസയനേറ്റ് ആണ് കേട്ടോ. വാതകം മീഥെയ്ൻ ഐസോസയനേറ്റ്. റാലെ ഗാൻസിദ്ദ ഗ്രാമത്തിലെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലാണ്. ഓസോൺ ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 16. അപ്പം നമ്മളുടെ SCERT കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൃഷിയാണ്. കൃഷിയിൽ നമ്മൾ കുറച്ച് ഭാഗമേ ഇന്ന് നോക്കുന്നുള്ളൂ. ബാക്കി അടുത്ത ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും. നാളെയും കൃഷിയാണ്, അതുകൊണ്ട് നാളെ ആയിരിക്കും ബാക്കി നോക്കുക. കൃഷി വലിയൊരു ടോപ്പിക്കല്ലേ.
നോക്കാം. വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. മാതൃസസ്യത്തിൻ്റെ വേരിൽ നിന്നോ കാണ്ഡത്തിൽ നിന്നോ ഒരു ഭാഗം മുറിച്ചെടുത്ത് നട്ട് വേരുകളും തണ്ടുകളും ഉണ്ടാക്കി ഒരു പുതിയ സസ്യമാക്കുന്ന രീതിയാണ് മുറിച്ച് നടീൽ, കട്ടിംഗ് എന്ന് പറയുന്നത്. കട്ടിങ്. ഇനി ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളെ തണ്ടുകൾ ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യത്തെ രൂപപ്പെടുത്തുന്നത് ഒട്ടിക്കലാണ്. ഗ്രാഫ്റ്റിംഗ് ആണ് ഒട്ടിക്കൽ. അത് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളെ തണ്ടുകൾ ഒട്ടിച്ചു ചേർത്തിട്ട് ഗുണമേന്മയുള്ള സസ്യത്തെ രൂപപ്പെടുത്തുന്നതാണ് ഒട്ടിക്കൽ. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് മൂലകാണ്ഡം. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയിട്ടുള്ള ചെടിയാണ് മൂലകാണ്ഡം. സ്റ്റോക്കിലേക്ക് ഒട്ടിക്കുന്ന കൊമ്പാണ് സയൺ. മുകുളം ഒട്ടിക്കൽ. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുന്നതിനെയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. ഒരു പൂച്ചെടിയിൽ പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണിത്. അടുത്തത് പതിവയ്ക്കലാണ്. പതിവയ്ക്കലിൽ മാതൃസസ്യത്തിൻ്റെ ശാഖകളിൽ തന്നെ വേരുകൾ ഉൽപ്പാദിപ്പിച്ച് ആ ഭാഗം വേർപെടുത്തി മറ്റൊരു പ്രത്യേക ചെടിയാക്കി വളർത്തുന്ന രീതിയാണിത്. ചില പതിവയ്ക്കൽ രീതികൾ നോക്കാം. വായുവിൽ പതിവയ്ക്കൽ, കൂനപ്പതി, നിരപ്പിൽ പതിവയ്ക്കൽ, നാഗപതിവയ്ക്കൽ. ഇനി മരത്തിന് താഴ്ന്ന് വളരുന്ന ചെറിയ കമ്പുകൾ നിലനിരപ്പിലേക്ക് താഴ്ത്തി മണ്ണിട്ട് മൂടി വേർപിടിപ്പിക്കുന്ന രീതിയാണ് നിരപ്പിൽ പതിവയ്ക്കൽ. അപ്പം മരത്തിന് താഴ്ന്ന് വളരുന്ന ചെറിയ കമ്പുകൾ നിലനിരപ്പിലേക്ക് താഴ്ത്തി മണ്ണിട്ട് മൂടി വേര് പിടിപ്പിക്കുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് നിരപ്പിൽ പതിവയ്ക്കലാണ്. ചെടി തറ നിരപ്പിൽ വെച്ച് മുറിച്ചു മാറ്റി അതിൽ കിളിർപ്പുകൾ ഉണ്ടാക്കി പുതിയ സസ്യം ഉണ്ടാക്കുന്ന രീതിയാണ് കൂനപ്പതിവയ്ക്കൽ. ഇപ്പോൾ കൂനപ്പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ ചെടി തറനിരപ്പിൽ വെച്ച് മുറിച്ച് മാറ്റിയിട്ട് അതിൽ കിളിർപ്പുകൾ ഉണ്ടാക്കി പുതിയ സസ്യം ഉണ്ടാക്കുന്ന രീതിയാണ്. നീളമുള്ള ഒരു ശാഖ മണ്ണിലേക്ക് വളച്ചു വെച്ച് അതിൻ്റെ പല ഭാഗങ്ങൾ ഇടവിട്ട് മണ്ണിട്ട് മൂടുന്ന രീതിയാണ് നാഗപതിവയ്ക്കൽ. നാഗപതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ നീളമുള്ള ഒരു ശാഖ മണ്ണിലേക്ക് വളച്ചു വെച്ചിട്ട് അതിൻ്റെ പല ഭാഗങ്ങൾ ഇടവിട്ട് മണ്ണിട്ട് മൂടുന്ന രീതിയാണ് നാഗപതിവയ്ക്കൽ. വള്ളിച്ചെടികൾ പതിവയ്ക്കുന്നത് ഇനി യോജിച്ച രീതി നാഗപതിവയ്ക്കലാണ്. മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. വിത്ത് മുളച്ച് ഉണ്ടാകുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ച് ഉണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. വലിപ്പവും കുറവായിരിക്കും. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. രോഗബാധയുള്ള ചെടികളിൽ പതിവെച്ചാൽ പുതിയ ചെടികൾക്കും രോഗം ഉണ്ടാകും. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ അവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. താഴ വേരുപടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമായിട്ട് വരും. ഇനി ടിഷ്യൂ കൾച്ചറാണ്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യ. ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയിൽ വളർത്തു മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് അഗറാണ്. ഏത് സസ്യത്തിൽ നിന്നാണ് അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്നത്? ജലീഡിയത്തിൽ നിന്നാണ്. ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ വിജയകരമായി വികസിപ്പിച്ചെടുത്ത സസ്യങ്ങളാണ് വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ. അപ്പോൾ വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ എന്നിവയാണ് ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിജയകരമായിട്ട് വികസിപ്പിച്ചെടുത്ത സസ്യങ്ങൾ. ഇനി വർഗസങ്കരണമാണ്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. അപ്പോൾ വർഗസങ്കരണം എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെയുണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങൾ ഉള്ളവയും ഉണ്ടാവാം.
ഇതിൽ അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. അപ്പം ഇനി തെങ്ങിൻ്റെ ആണ് നോക്കുന്നത്. അപ്പം അതിൽ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നിട്ടാണ് കേട്ടോ. അപ്പം ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നിട്ടുള്ളതാണ്. അപ്പം ചന്ത എന്ന് വരുമ്പം അതിൽ ചാവക്കാട് ഉണ്ട് അല്ലേ. അപ്പം ചാവക്കാടിൽ ഓർക്കുക ചന്ത. ഇനി ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ചന്ദലക്ഷ എന്താണ് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. ഇനി ചന്ദ്രശങ്കരയാണ് കേട്ടോ. ചന്ദ്രശങ്കരയാണെങ്കിൽ ചാവക്കാട് ഓറഞ്ചും പിന്നെ ഏതാണ് വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നതാണ് കേട്ടോ. അപ്പോൾ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നതാണ് ചന്ദ്രശങ്കര. ലക്ഷഗംഗ ഏതാണെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോന്ധവും ചേർന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേതും മൂന്നാമത്തെയും ശരിക്കും നന്നായിട്ട് പഠിക്കുക. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. കാരണം ചന്ദ്രലക്ഷയാണ്. ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞാൽ ഏതാണ് ചാവക്കാട് ഓറഞ്ച്. ചന്ത എന്ന് വരുമ്പം ചാവക്കാട് ഓറഞ്ചും ലക്ഷ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറി. അപ്പം ചന്ദ്രശങ്കരൻ മാറിപ്പോവാൻ ചാൻസ് ഇല്ല. കാരണം ചന്ദ്രലക്ഷൻ്റെ കൂടെ ലക്ഷയുണ്ടല്ലോ. അപ്പം ലക്ഷദ്വീപ് ഓർഡിനറിയാണ്. അപ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറിൻ്റെ കൂടെ വരുന്നത് ഏതാണെന്ന് ആലോചിച്ചാൽ അത് ചാവക്കാട് ഓറഞ്ച് ആണെന്ന് ഓർക്കുക. ഇനി ചന്ദ്രശങ്കരയാണ്. അത് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ലക്ഷഗംഗയാണെങ്കിൽ അത് ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗാബോന്ധവും ചേർന്നിട്ടാണെന്ന് ഓർത്തു വെച്ചാൽ ബാക്കി ചന്ദ്രശങ്കര ഏതാന്ന് നമുക്ക് കിട്ടും. തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് മണ്ടരി, കാറ്റുവീഴ്ച, കൂമ്പ് ചീയൽ. തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് മണ്ടരി, കാറ്റുവീഴ്ച, കൂമ്പ് ചീയൽ. മുളക് വെള്ളായണി തേജസ്, വെള്ളായണി അതുല്യ, ജോല സഖി, ഭാഗ്യലക്ഷ്മി, ഗ്രീൻ ഗോൾഡ്, ആർക്ക മോഹിനി. അപ്പം എന്താണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. അത് മുളകിലെ വെള്ളായണി തേജസ്, വെള്ളായണി അതുല്യ, ജോല സഖി, ഭാഗ്യലക്ഷ്മി, ഗ്രീൻ ഗോൾഡ്, ആർക്ക മോഹിനി. നെല്ലിനാണെങ്കിൽ പവിത്ര, ത്രിവേണി, രോഹിണി, ജ്യോതി, ജയ, അനശ്വര, അന്നപൂർണ. പാവയ്ക്കല് പ്രിയങ്ക, പൂസ ഹൈബ്രിഡ്, കോയമ്പത്തൂർ ലോങ്. പൂസ ഹൈബ്രിഡ്, കോയമ്പത്തൂർ ലോങ്, പ്രിയങ്ക കേരള സർവകലാശാലയിൽ നിന്നും വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി വെണ്ട, കിരൺ, അനാമിക, സൽകീർത്തി, സുസ്ഥിര, അരുണ. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ, വൈശാലി, രൂപാലി, രശ്മി, ശക്തി. തക്കാളി അനഘ, അക്ഷയ, മനുപ്രഭ, വെള്ളായണി വിജയി, ശക്തി. കുരുമുളക് പന്നിയൂർ 1, 2, 3, 4, 5, 6, 7. ശുഭകര, കരിമുണ്ടൻ, കൊറ്റനാടൻ, കുതിരവേലി, യവനപ്രിയ. പശുവണ്ടി ആനക്കയം 1, അക്ഷയ, കനക, ധന, പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി, തൃശ്ശൂർ. മണ്ണൂത്തി തൃശ്ശൂർ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. ശ്രീകാര്യം തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേരാഫെഡ് തിരുവനന്തപുരം. സുഗന്ധഭവൻ പാലാരിവട്ടം കൊച്ചി. കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ. കാപ്പി ചുണ്ടിൽ വെച്ചിട്ടല്ല കുടിക്കുക. അപ്പോൾ കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ. വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശ്ശൂർ. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി കൊച്ചി പുൽത്തൈല ഗവേഷണ കേന്ദ്രം. അപ്പം തൈലം എന്ന് പറയുമ്പം ഇങ്ങനെ ഓടക്കാലി എന്നൊക്കെ പറഞ്ഞ പോലെയാണല്ലേ. അങ്ങനത്തെ കുറേ പേരുകളുണ്ടല്ലോ തൈലത്തിന്. അപ്പോൾ അതോർത്ത് വെക്കുക. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. ഏത്തപ്പഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂർ. കേന്ദ്ര സമുദ്ര ജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂർ. പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരാണ് പരുത്തി. ചണം
ലോകത്ത് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്ന് ചണനാരുകൾ ലഭിക്കുന്നത്. നെല്ല് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യമാണ് നെല്ല്. അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യമാണ് നെല്ല്. അന്താരാഷ്ട്ര നെല്ലു ഗവേഷണ കേന്ദ്രം മനില, ഫിലിപ്പീൻസ്. തായ്ലൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ നെല്ലിനമാണ് ജാസ്മിൻ. ജാസ്മിനാണ് തായ്ലൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ നെല്ലിനം. ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള സുഗന്ധ നെല്ലിനമാണ് ബസ്മതി. മിറാക്കിൾ റൈസ് IR8. മിറാക്കിൾ റൈസ് ആണ് IR8. പിന്നെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഔഷധ നെല്ലിനങ്ങളാണ് നവര, ഗന്ധകശാല. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോം. ജീവകം A സമ്പൂർണമായിട്ടുള്ള നെല്ലിനമാണ് സുവർണ നെല്ല്. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനമാണ് കാർത്തിക. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങളാണ് അശ്വതി, രോഹിണി, അന്നപൂർണ, ത്രിവേണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് മുണ്ടകൻ കാലത്താണ്. ഇടവിള പ്രധാന വിളകൾക്കിടയിലെ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. അപ്പം പ്രധാന വിളകൾക്ക് ഇടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. ഇൻ്റർ ക്രോപ്പാണ് കേട്ടോ. മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ്. വിളപര്യയം അത് രണ്ടും നമുക്ക് എപ്പോഴും മാറിപ്പോകും അല്ലേ. അപ്പോൾ വിളപര്യയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യയം എന്ന് പറയുന്നത്. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട് അല്ലേ. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർവർഗ്ഗ സസ്യമാണ് സോയാബീൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർവർഗ്ഗ സസ്യമാണ് സോയാബീൻ. നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള രാസവളം യൂറിയയാണ്. നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള രാസവളം യൂറിയയാണ്. പയർവർഗ്ഗങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിവില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിയും. ഇത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം. പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ അവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുന്നു. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം നൈട്രജന്റെ അഭാവം മൂലമാണ്. തെങ്ങോലകൾ മഞ്ഞളിക്കാനുള്ള കാരണം നൈട്രജന്റെ അഭാവമാണ്. മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത് നൈട്രജനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാലയാണ് FACT ആണ്. ജൈവ കീടനാശിനികൾ. പുകയില കഷായം. 1 കിലോഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 15 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക. അത് അരിച്ചെടുത്ത് അതിൽ 100 ഗ്രാം ബാർ സോപ്പ് ചീകിയിട്ട് ഇളക്കി ലയിപ്പിക്കുക. പുകയില കീടനാശിനി തയ്യാറായി. ഇതിൽ ഇരട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നത് SCERT-ലുള്ളത് കൊണ്ടാണ് കേട്ടോ. വേപ്പിൻ പിണ്ണാക്ക്, ആവണക്കിൻ പിണ്ണാക്ക് എന്നിവ മണ്ണിൽ ചേർക്കുന്നത് വേരുകളെ ആക്രമിക്കുന്ന വിരകളെ നിയന്ത്രിക്കാൻ സഹായിക്കും. വേപ്പെണ്ണ എമിഷൻ. 60 ഗ്രാം സോപ്പ് അറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. അത് 1 ലിറ്റർ വേപ്പെണ്ണയുമായിട്ട് ചേർത്തിളക്കുക. 100 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാം. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? കൂടിയ വിഷാംശം. സംയോജിത കീടനമാർഗം. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൾ തടയുകയും വിളനഷ്ടം ഉണ്ടാകാതെ അവസ്ഥയിലേക്ക് കീടങ്ങളെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം. രാസകീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ മാത്രമായി മിത്രകീടങ്ങൾ, യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങളാണ്. ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണിത്. വളം തരുന്ന ജീവാണുക്കൾ. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. ജീവാണുവളങ്ങളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിനായിട്ട് റൈസോബിയം, അസറ്റോബാക്ടർ,
അസോസ്പെറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം. മതിയായിട്ടുള്ള ജലസേചനം ഉണ്ടായിരിക്കണം. രാസവളവും കീടനാശിനിയും ഉപയോഗിക്കരുത്. ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവളത്തിന് ഉദാഹരണം ബാസിലസ് പോളിമിക്സ് ആണ്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലെ കൃഷിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് പീരിയോഡിക് ടേബിളാണ് അല്ലേ. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് അടുത്തതായിട്ട് മൂലകങ്ങളുടെ വർഗീകരണം അല്ലേ. അപ്പം അതിൽ പീരിയോഡിക് ടേബിൾ നോക്കാം. ലാവോസിയാണ് ലോഹങ്ങളും അലോഹങ്ങളും എന്ന രീതിയിൽ തിരിച്ചിട്ടുള്ളത്. ആരാണ്? ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് തിരിച്ചിട്ടുള്ളത് ലാവോസിയാണ്. ത്രികങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത് ഡൊബറൈനറാണ്. ഇനി അഷ്ടക നിയമം ആരുടേതാണ്? ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്. ആവർത്തന പട്ടിക 63 മൂലകങ്ങൾ മെൻഡലീവാണ് കേട്ടോ. ആവർത്തന പട്ടിക മെൻഡലീവ്. ഹെൻറി മോസ്ലി ആണെങ്കിൽ ആധുനിക ആവർത്തന പട്ടിക ആധുനിക പട്ടിക. ലോത്തർ മേയർ ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക ഉണ്ടാക്കിയില്ലേ. ലോത്തർ മേയർ ആണ് ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ടെല്ലൂറിക് ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ചാൻ കാർട്ടോയിഡ് ആണ് കേട്ടോ. ടെല്ലൂറിക് ഹെലിക്സ് ആണ് ചാൻ കാർട്ടോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചത്. ചാൻ കാർട്ടോയിഡ്. ഇനി മെൻഡലീവ് ആവർത്തന പട്ടിക നോക്കാം. പീരീഡ് ഗ്രൂപ്പ് എന്നിവ വിന്യസിച്ചു. ആകെ പീരീഡുകളുടെ എണ്ണം 7ഉം ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18ഉമാണ് അല്ലേ. മൂലകങ്ങളുടെ ഭൗതികവും രാസികവുമായ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. മെൻഡലീവിന്റെ ആവർത്തന പട്ടികയുടെ മേന്മകൾ: സമാന സ്വഭാവമുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധത്തിൽ ക്രമീകരിച്ചപ്പോൾ ചിലത് യഥാസ്ഥാനത്ത് വരാത്തതിന് കാരണം ആറ്റോമിക മാസ് നിർണയിച്ചതിലുള്ള അപാകതയാണെന്ന് കണ്ടെത്തി. തെറ്റായ ആറ്റോമിക മാസുകൾ പുനർനിർണയിച്ചു. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായിട്ട് കോളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. മെൻഡലീവിന്റെ ആവർത്തന പട്ടികയുടെ പരിമിതികൾ: ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായിട്ടുള്ള സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കുകയും ചെയ്തില്ല. ഇനി അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് 1ഉം 2ഉമാണ് അല്ലേ. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് 1ഉം 2ഉം ഗ്രൂപ്പുകളാണ്. അതിൽ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് വരുന്നത്. ഇനി പി ബ്ലോക്ക് 13 മുതൽ 18 വരെയാണ്. അത് പ്രാതിനിധ്യ മൂലകങ്ങളാണ്. 13 മുതൽ 18 വരെ പി ബ്ലോക്ക്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 3 to 12 വരെയാണ്. ഡി ബ്ലോക്ക് സംക്രമണ മൂലകങ്ങളാണ്. ഇനി എഫ് ബ്ലോക്ക് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളുമാണ്. അപ്പോൾ ലാന്തനോയിഡ് റയർ എർത്ത്സ് ആണ്. അത് അന്തസംക്രമണ മൂലകങ്ങൾ എന്നും പേരിലും അറിയപ്പെടുന്നു. ഇനി പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയസ് ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് ബാഹ്യതമ ഇലക്ട്രോണുകളുടെ മേലുള്ള ആകർഷണം കൂടുന്നു. അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. അപ്പോൾ പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയസ് ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് ബാഹ്യതമ ഇലക്ട്രോണുകൾ മേലുള്ള ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. കാരണം ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതിനാൽ അയോണീകരണ ഊർജം കുറയും. പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണതയും കുറയുന്നു. ഒരു പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. അതിനാൽ അയോണീകരണ ഊർജം കൂടുന്നു. നെഗറ്റീവ് ഉണ്ടാകാനുള്ള പ്രവണത കുറയുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട് 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബന്ധിത ഇലക്ട്രോണുകളെ ആകർഷിക്കുവാനുള്ള ആറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇതിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൂലകമാണ് ആറ്റത്തിൻ്റെ വലുപ്പം. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ആയതിനാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. ഒരു പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം
ഗൗരവം കുറയുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. ഇനി ഉപലോഹങ്ങളാണ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് സിലിക്കൺ, ജർമേനിയം, ആർസനിക്, ആൻറ്റിമണി, ടെലൂറിയം. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് സിലിക്കൺ, ജർമേനിയം, ആർസനിക്, ആൻറ്റിമണി, ടെലൂറിയം. ഇനി എന്താണ്, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ. സൈക്കോളജിയിലെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയെടുത്തിട്ടുള്ള നോട്ടാണ് കേട്ടോ. നോക്കാം. ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം, വായുവും സൂര്യപ്രകാശവും, പോഷകാഹാരം, രോഗങ്ങളും പരിക്കുകളും, സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ, കുടുംബ നിലവാരം, കുട്ടിയുടെ ജനനക്രമം, ഇതെല്ലാം വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വികാസ തത്വങ്ങൾ. മനുഷ്യൻ്റെ വികാസത്തെ സംബന്ധിച്ച് സാർവത്രികമായി നിലനിൽക്കുന്ന സവിശേഷതകൾ അറിയപ്പെടുന്നത് വികാസ തത്വങ്ങൾ എന്നാണ്. വികസനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വികസനോന്മുഖ പ്രവർത്തികളുടെ പട്ടികരൂപ മാതൃക ആവിഷ്കരിച്ചത് ഹാവിങ്സ്റ്റൺ ആണ്. വികസനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വികസനോന്മുഖ പ്രവർത്തനങ്ങളുടെ രൂപ മാതൃക ആവിഷ്കരിച്ചത് ഹാവിങ്സ്റ്റൺ. പാരമ്പര്യവും പരിസ്ഥിതിയും. വ്യക്തിയുടെ വ്യക്തിത്വം പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും സംയുക്ത ഫലമാണ്. ഡഗ്ലസും ഹോളണ്ടും പറയുന്നത് ഒരു വ്യക്തിയുടെ പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ച എല്ലാ ഘടകങ്ങളെയും ശാരീരിക വിശേഷതകളെയും ധർമ്മങ്ങളെയും കഴിവുകളെയും ഉൾക്കൊള്ളുന്നു. പിതൃക്കളിൽ നിന്നും നേടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളും ആകെ തുകയാണ് ഈ സവിശേഷതകൾ. ജീനുകളിലൂടെയാണ് പടർന്നു കിട്ടുന്നത്. അവയാണ് പാരമ്പര്യവാഹികൾ. മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ നോക്കാം. സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു. ഈ നിയമം സൂചിപ്പിക്കുന്നത് ശിശുക്കൾ മാതാപിതാക്കളോട് സാദൃശ്യമുള്ള പ്രവണത കാണിക്കും എന്നാണ്. വിചലന നിയമം. ഈ നിയമം പറയുന്നത് ശിശുക്കൾ മാതാപിതാക്കൾ തനി പകർപ്പാവുകയില്ല. ഇനി പ്രതിപ്രവർത്തന നിയമമാണ്. ലോ ഓഫ് റിഗ്രഷൻ ആണ്. അത് ശിശുക്കൾ അഗ്ര നിലവാരങ്ങളിൽ നിന്നും ശരാശരിയിലേക്ക് നീങ്ങാനുള്ള പ്രവണത കാണിക്കുന്നു. ഇനി അടുത്തത് പരിസ്ഥിതിയാണ്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽപ്പെടുന്നു. പരിസ്ഥിതിയെ രണ്ടായി തിരിക്കാം. പ്രകൃതിപരവും സാമൂഹികപരവും. പ്രകൃതിക പരിസ്ഥിതി എന്ന് പറയുന്നത് വ്യക്തിയെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുകൾ, എല്ലാ പദാർത്ഥങ്ങളും ഭൗതിക പ്രതിഭാസങ്ങളും ഉൾപ്പെടുന്നതാണ്. സാമൂഹിക പരിസ്ഥിതി പൈതൃകമായിട്ട് ആർജിച്ച സംസ്കാരവും കുടുംബ സാഹചര്യങ്ങളും വർത്തമാനകാല സമൂഹം പുറപ്പെടുവിക്കുന്ന സാമൂഹിക ശക്തികളും ചേർന്നതാണ് വ്യക്തിത്വം. വ്യക്തിത്വം = പാരമ്പര്യം × പരിസ്ഥിതിയാണ്. P = H × E ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശൈലികളാണ് കേട്ടോ. മലയാളത്തിലെ ശൈലികളാണ്. നോക്കാം. ശൈലികൾ. കണ്ണിൽ മണ്ണിടുക. കണ്ണിൽ മണ്ണിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വഞ്ചിക്കുക എന്നാണ്. കണ്ണിൽ മണ്ണിടുക, വഞ്ചിക്കുക എന്നാണ്. ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക എന്നതാണ് അർത്ഥം. ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. നെല്ലിപ്പലക കാണുക, അവസാനം കാണുക എന്നാണ് അർത്ഥം. നെല്ലിപ്പലക കാണുക, അവസാനം കാണുക. ഉപായത്തിൽ കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നടത്തുക. ചുരുക്കത്തിൽ നടത്തുന്നതിനെയാണ് ഉപായത്തിൽ കഴിച്ചു കൂട്ടുക. തോളിൽ കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അധികം ലാളിക്കുക. അധികം ലാളിക്കുന്നതിനെയാണ് തോളിൽ കയറ്റി വെക്കുക. ത്രിശങ്കു സ്വർഗം. എങ്ങും ഇല്ലാത്ത അവസ്ഥയാണ്. എങ്ങും ഇല്ലാത്ത അവസ്ഥയാണ് ത്രിശങ്കു സ്വർഗം. ചെമ്പ് തെളിയിക്കുക, പരമാർത്ഥം വെളിപ്പെടുത്തുക. പരമാർത്ഥം വെളിപ്പെടുത്തുന്നതിനെയാണ് ചെമ്പ് തെളിയിക്കുക എന്ന് പറയുന്നത്. ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയപ്പെടുത്തുക കേട്ടോ. ഉമ്മാക്കി കാട്ടുക, ഭയപ്പെടുത്തുക. കൊലച്ചതി കടുത്ത വഞ്ചനയാണ്. കൊലച്ചതി കടുത്ത വഞ്ചനയാണ്. അകത്തു കത്തിയും പുറത്തു പത്തിയും. വിരോധം മറച്ചു വെച്ചിട്ട് സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തെയാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും. അങ്കുലി പരിമിതം. വിരലിൽ എണ്ണാവുന്നതാണ്. അങ്കുലി പരിമിതം, വിരലിൽ എണ്ണാകുന്നത്. അമരക്കാരൻ നിയന്ത്രിക്കുന്നവൻ. അമരക്കാരൻ നിയന്ത്രിക്കുന്നവൻ. അരയും തലയും മുറുക്കുക, തയ്യാറാവുക. അരയും തലയും മുറുക്കുക, തയ്യാറാവുക. ഇടിവെട്ടിയ മരം പോലെ നിൽക്കുക, സ്തംഭിച്ചു നിൽക്കുക. ഇടിവെട്ടിയ മരം പോലെ നിൽക്കുക, സ്തംഭിച്ചു നിൽക്കുക. പൊടിപ്പും തൊങ്ങലും ഉള്ളതിലേറെ ഭംഗിയാക്കിയിട്ട്
വർണ്ണിക്കുക. ഉള്ളതിലേറെ ഭംഗിയാക്കിയിട്ട് പറയുന്നതിനെയാണ് പൊടിപ്പും തൊങ്ങലും. കടും പിടുത്തം, നിർബന്ധശീലം, അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ള ചെയ്യുക. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ള ചെയ്യുക. കര പിടിക്കുക, രക്ഷ പ്രാപിക്കുക. മേലനങ്ങുക, ശരീര അധ്വാനം ഉണ്ടാവുക. ശരീര അധ്വാനം ഉണ്ടാകുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ആ ചന്ദ്രതാരം എക്കാലത്തേക്കും. ആ ചന്ദ്രതാരം എക്കാലത്തേക്കും. ഇഞ്ചി കടിക്കുക, കോപിക്കുക. ഇഞ്ചു കടിക്കുന്നതിനെയാണ് കോപിക്കുക. ഇരയിട്ട് മീൻ പിടിക്കുക, അധിക ലാഭം നേടാൻ അല്പം ചെലവ് ചെയ്യുക. അധിക ലാഭം നേടാൻ വേണ്ടിയിട്ട് അല്പം ചെലവ് ചെയ്യുന്നതിനെയാണ് ഇരയിട്ട് മീൻ പിടിക്കുക. ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അറിഞ്ഞുകൊണ്ട് തെറ്റുക ചെയ്യുക. ഇലയിട്ട് ചവിട്ടുക. ഇലവ് കാത്ത കിളി, നിഷ്ഫലമായി കാത്തിരിക്കുന്നവൻ. നിഷ്ഫലമായി കാത്തിരിക്കുന്നവനാണ് ഇലവ് കാത്ത കിളി. കടുവായെ കിടുവ പിടിക്കുക, ബലവാന്മാരെ നിസാരന്മാർ തോൽപ്പിക്കുക. കടലിൽ കായം കലക്കുക, ഏറെ ആവശ്യമുള്ളിടത്ത് അല്പം ചെലവാക്കുക. കടലിൽ കായം കലക്കുക, ഏറെ ആവശ്യമുള്ളിടത്ത് അല്പം മാത്രം ചെലവാക്കുക. കതിരിന്മേൽ വളം വയ്ക്കുക, കാലം കഴിഞ്ഞ് പ്രവർത്തിക്കുക. അടിക്കല്ല് മാന്തുക, ഉന്മൂലനാശനം വരുത്തുക. ആകാശക്കോട്ട, മനോരാജ്യം. കറവ പശു, ലാഭകരമായ വസ്തു. കർക്കോടക നയം, രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയം. ധൃതരാഷ്ട്രാലിംഗനം, ഉള്ളിൽ പകവെച്ച് സ്നേഹം പ്രകടനം നടത്തുക. ഗജനി മീലനം, കണ്ടാലും കണ്ടില്ലെന്ന് നാട്യം. ഗജനി മീലനം, കണ്ടാലും കണ്ടില്ലെന്ന് നാട്യം. ഊറ്റം പറയുക, ആത്മപ്രശംസ നടത്തുക. ഊറ്റം പറയുക, ആത്മപ്രശംസ നടത്തുക. എട്ടിലെ പശു, പ്രയോജനശൂന്യം. ഗുളികകാലം അശുഭകാലമാണ്. അശുഭകാലം. കുളിക്കാതെ ഈറനെടുക്കുക, കുറ്റം ചെയ്യാതെ പഴി ഏറ്റുവാങ്ങുക. കണിയാനെ പിടിച്ചു തെങ്ങിൽ കയറ്റുക, പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക. അടിമറിഞ്ഞു പോവുക, മുഴുവനും കുഴങ്ങുക. മുഴുവനും കുഴങ്ങുക. അടിപറ്റുക, തോൽക്കുക. അടിപറ്റുക, തോൽക്കുക. അടിയറ്റ് പോവുക, മുഴുവൻ ഇല്ലാതാക്കുക. കല്ലും നെല്ലും തിരിയുക, നല്ലതും ചീത്തയും തിരിച്ചറിയുക. കഴുത്തിൽ നുകം വയ്ക്കുക, കീഴ്പ്പെടുത്തുക. കാക്കത്താലീയം, കാരണമില്ലാത്തവനെ കാരണക്കാരനാക്കി പറയുക. കാക്കത്താലീയം. എലി പോലെ വിറക്കുക, അധികം ഭയപ്പെടുക. ഏകമയം, പാരഭ്രമം, വ്യത്യസ്ത ഭാവമില്ലായ്മ. ഏറെ വെളുത്താൽ പാണ്ട്, ഗുണം അധികമായാൽ നന്നല്ല. അധര വ്യായാമം, പ്രയോജനകരമല്ലാത്ത സംസാരം. ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം നേടൽ. തട്ടാമുട്ടി പറയുക, തർക്കിക്കുക. കാഴ്ച മരമേ കല്ലേറു കൊള്ളൂ, പരോപകാരികൾക്ക് പരോപദ്രവം ഉള്ളൂ. അപ്പോൾ ശൈലികളിൽ നിന്നും നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇത്രയുമാണ്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഇംഗ്ലീഷും കൂടി പഠിച്ചാൽ ഇന്നത്തേത് തീർന്നു കേട്ടോ. ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൽ നമുക്ക് ഇന്ന് ഫ്രൈസൽ വെർബാണ് വരുന്നത്. അപ്പം നോക്കാം. കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് ആണ് അല്ലേ. വിസിറ്റ് എ പ്ലേസ് ആണ് കാൾ അറ്റ്. കാൾ ഓൺ ആണെങ്കിൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. വിസിറ്റ് എ പേഴ്സൺ ആണ്. അപ്പം ഓണിൽ പേഴ്സണിൽ ലാസ്റ്റ് ഓൺ ഉണ്ട്, ഓണിലും കാൾ ഓണിലും ഓൺ ഉണ്ട് അല്ലേ. അപ്പം വിസിറ്റ് എ പേഴ്സൺ ആണെങ്കിൽ കാൾ ഓൺ ആണെന്ന് ഓർത്ത് വെക്കുക. വിസിറ്റ് അറ്റ് ആണെങ്കിൽ വിസിറ്റ് എ പ്ലേസ് ആണ്. ഇനി കാൾ അപ്പ് റീകളക്റ്റ് ആണ് കേട്ടോ. കാൾ അപ്പ് എന്ന് പറഞ്ഞാൽ റീകളക്റ്റ് ആണ്. കാൾ ഓഫ് ക്യാൻസൽ. കാൾ ഓഫ് ക്യാൻസൽ. കാൾ ഫോർ എന്താണ്, ഡിമാൻഡ്. കാൾ ഫോർ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കാൾ ഫോർ ചെയ്തു, ഡിമാൻഡ് ചെയ്തു എന്നാണ് കേട്ടോ. ഇനി കാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഓർഡർ സമ്മൺ. എന്താണ്, ടു ഓർഡർ സമ്മൺ. ടു ഓർഡർ സമ്മൺ ആണ് കേട്ടോ. സമ്മൺ കാൾ ഔട്ട്. ഇനി കാൾ അപ്പോൺ ആണെങ്കിൽ അനൗൺസ് ആണ്. കാൾ അപ്പോൺ അനൗൺസ്. കാൾ അപ്പോൺ അനൗൺസ്. കാൾ ഓവർ റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ്. റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ആണ് കാൾ ഓവർ. പുട്ട് ഓഫ് പോസ്റ്റ് പോൺ ആണ്. പുട്ട് ഓഫ് പോസ്റ്റ് പോൺ ആണ്. പുട്ട് അപ്പ് റേസ് ഓർ സ്റ്റേ. റേസ് ഓർ സ്റ്റേ ആണ് പുട്ട് അപ്പ്. ഇനി പുട്ട് ഓൺ ആണെങ്കിൽ വെയർ ആണ്. പുട്ട് ഓൺ വെയർ ആണ്. പുട്ട് ഔട്ട് ടു എക്സ്റ്റിങ്ക്വിഷ് ആണ്. ടു എക്സ്റ്റിങ്ക്വിഷ് ആണ് പുട്ട് ഔട്ട്. പുട്ട് ഇൻ ആണെങ്കിൽ ഇൻവെസ്റ്റ്. പുട്ട് ഇൻ ആണെങ്കിൽ ഇൻവെസ്റ്റ്. പുട്ട് ഫോർവേഡ് ആണെങ്കിൽ ടു മേക്ക് എ സജഷൻ. പുട്ട് ഫോർവേഡ് ടു മേക്ക് എ സജഷൻ. പുട്ട് അക്രോസ് ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ആണ്. പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. പുട്ട് ആൻ എൻഡ് ടു. പുട്ട് ആൻ എൻഡ് ടു സ്റ്റോപ്പ്. പുട്ട് ആൻ എൻഡ് ടു സ്റ്റോപ്പ്. ബ്രേക്ക് ഡൗൺ ടു സ്റ്റോപ്പ് ഫങ്ഷനിങ് ആണ്.
ടു സ്റ്റോപ്പ് ഫങ്ഷനിങ്. ബ്രേക്ക് ഡൗൺ ടു സ്റ്റോപ്പ് ഫങ്ഷനിങ്. ഇനി ബ്രേക്കപ്പ്, സ്റ്റോപ്പ് എ റിലേഷൻ, സെപ്പറേറ്റ്, ഡിസ്പേഴ്സ്. ബ്രേക്കപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇനി ബ്രേക്ക് ഇൻ ആണെങ്കിൽ ടു എൻ്റർ ഫോഴ്സിബിലിറ്റി. ബ്രേക്ക് ഇന്ന് ടു എൻ്റർ ഫോഴ്സിബിലിറ്റി. ഇനി ബ്രേക്ക് ത്രൂ ആണെങ്കിൽ ടു ഓവർകം ആൻ ഒബ്സ്റ്റേക്കിൾ. ബ്രേക്ക് ഓഫ് ആണെങ്കിൽ എൻഡ് സംതിങ് ആണ് ബ്രേക്ക് ഓഫ്, എൻഡ് സംതിങ്. ക്യാരി ഓൺ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ. ക്യാരി ഔട്ട് എക്സിക്യൂട്ട് ആണ് ക്യാരി ഔട്ട്. ക്യാരി ഓഫ് ആണെങ്കിൽ ടു വിന്ന്, ടു ഡൈ ഓഫ് ഡിസീസ്. ക്യാരി ഫോർവേഡ് ടു കീപ് സംതിങ് ഫോർ ഫ്യൂച്ചർ യൂസ്. ആണ് ക്യാരി ഫോർവേഡ്. ക്യാരി ത്രൂ ആണെങ്കിൽ സർവൈവ് സക്സസ്ഫുള്ളി. ക്യാരി എവേ റിമൂവ്. ബ്രിങ് ഔട്ട് ടു റിവീൽ ആണ് ബ്രിങ് ഔട്ട്. ബ്രിങ് അപ്പ് ആണെങ്കിൽ ടു റൈസ് എ ചൈൽഡ്, ബ്രിങ് അപ്പ്. ബ്രിങ് എബൌട്ട് ടു മേക്ക് സംതിങ് ഹാപ്പൻ. ബ്രിങ് എബൌട്ട്. ബ്രിങ് ഡൗൺ ആണെങ്കിൽ റെഡ്യൂസ്, ടു മേക്ക് ദ ഗവൺമെൻറ് ഫാൾ. ബ്രിങ് ഇൻ ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ആണ്. ബ്രിങ് ഓഫ് ആണെങ്കിൽ ടു സക്സീഡ് സംതിങ് ഡിഫിക്കൾട്ട്. ബ്രിങ് ഓൺ ആണെങ്കിൽ ലീഡ് ടു. ചെക്ക് ഇൻ ആണെങ്കിൽ ടു അറൈവ് ആൻഡ് രജിസ്റ്റർ. ചെക്ക് ഔട്ട് പേ ദ ബിൽ ആൻഡ് ലീവ്. ചെക്ക് ഓഫ് ടു മാർക്ക് സംതിങ് ആസ് ഡൺ. ചെക്ക് ഓവർ ക്ലോസ്ലി എക്സാമിൻ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പം ഇനിയൊരു ക്ലാസ്സുമായിട്ട് നാളെ കാണാം. താങ്ക് യു.